ഹലോ എവ്രി വോൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എസ്പ്ലോക്ക് എലമെൻസിലെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഉണ്ടായിരുന്ന ഫോക്കസ് ഏരിയ എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം എന്ന് പറയുന്ന സെക്ഷനാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് എസ്പ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. സോ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. എന്തൊക്കെയാണ് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്ന്? അതിൽ പെടുന്ന ആളുകൾ ഒന്ന് കാൽഷ്യം ഓക്സൈഡ്, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് സിമെൻറ്റ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഇവരെല്ലാം ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ ക്യുക്ലൈം എന്ന് വിളിക്കും. അതിൻ്റെ ഫോർമുല എന്താണ്? കാൽഷ്യം ഓക്സൈഡ് എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല വരിക. അപ്പോൾ ഇവിടെ കാണുന്ന പിക്ചറാണ് നമ്മുടെ ക്യുക്ലൈമിൻ്റെ അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിൻ്റെ പിക്ചർ കേട്ടോ. Okay, it is prepared on a commercial scale by heating the limestone in a rotary kiln at 1070 to 1270 കെൽവിൻ. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈംസ്റ്റോൺ നമ്മൾ ചുണ്ണാമ്പുകൾ എന്നൊക്കെ വിളിക്കും കേട്ടോ. അയാളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റോട്ടറി കില്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് 1070 to 1270 കെൽവിൻ ടെമ്പറേച്ചർ, നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അയാളെ നല്ലപോലെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഡികമ്പോസ് ചെയ്യും കേട്ടോ. കാൽഷ്യം കാർബണേറ്റ് നല്ലപോലെ ഹീറ്റ് ചെയ്യുമ്പം ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ആൾ കാൽഷ്യം ഓക്സൈഡ് അല്ലേ. ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് removed as soon as it is produced to enable the reaction to proceed to the completion. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടില്ലേ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ്റെ അളവ് നമുക്ക് കൂട്ടണം. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഭാഗമാണ് നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആളുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും തോറും ഞാൻ അവിടെ നിന്ന് അതിനെടുത്ത് ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് വീണ്ടും ഇവിടുത്തെ കോൺസെൻട്രേഷൻ റെഡിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഇങ്ങനെ അത് ഡീകമ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാൽഷ്യം ഓക്സൈഡിനെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ആൾ ഒരു വൈറ്റ് കളറുള്ള അമോഫസ് ആയിട്ടുള്ള സോളിഡാണ്. അവിടെ പിക്ചർ കാണാൻ പറ്റും. ഇത് നമ്മൾ പൗഡറാക്കി വെച്ചതാണ്. ഇത് അതിൻ്റെ ലംപ്സ് ആണ്, വലിയ വലിയ കട്ടകളാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഹാസ് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് 2870 കെൽവിൻ. ഇത് നല്ല ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആളാണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ്. 2870 കെൽവിൻ അതിന് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഓൺ എക്സ്പോഷർ ടു അറ്റ്മോസ്ഫിയർ ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഈ കാൽഷ്യം ഓക്സൈഡിനെ ജസ്റ്റ് എടുത്ത് വെറുതെ ഒന്ന് അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസിൽ വരുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ ചില വാട്ടർ വേപ്പറും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ അബ്സോർബ് ചെയ്യും. അങ്ങനെ വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്ത് എന്താ ഫോം ചെയ്യുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്ക്ഡ് ലൈം. ഓക്കെ, ക്യുക്ലൈം വെൻ റിയാക്ട്സ് വിത്ത് വാട്ടർ ഗിവ്സ് സ്ലേക്ക്ഡ് ലൈം. ഓക്കെ, ഇനി അത് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ദ അഡീഷൻ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ബ്രേക്സ് ദ ലംപ് ഓഫ് ലൈം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ വലിയ വലിയ കട്ടകൾ കാൽഷ്യം ഓക്സൈഡിൻ്റെ ഫസ്റ്റ് സ്ലൈഡിലല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആ കണ്ടിരിക്കുന്ന കട്ടകളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ആ ലംപ് ഓഫ് ലൈം എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് കോൾഡ് സ്ലേക്കിംഗ് ഓഫ് ലൈം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് വിളിക്കുക. ക്യുക്ക് ലൈം സ്ലേക്ക്ഡ് വിത്ത് സോഡ ഗിവ്സ് സോളിഡ് സോഡ ലൈം. NaOH, അതാണ് നമ്മുടെ കോസ്റ്റിക് സോഡ. നമ്മൾ ജസ്റ്റ് സോഡ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിനെ നമ്മുടെ ക്യുക്ക് ലൈമിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും? സോളിഡ് സോഡ ലൈം ഫോം ചെയ്യും. ഇതാണ് അതിൻ്റെ ബോക്സ്. സോളിഡ് സോഡ ലൈം എങ്ങനെ ഉണ്ടാവുക? ഇതേപോലെയാണ് സോളിഡ് സോഡ ലൈം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ബീങ് എ ബേസിക് ഓക്സൈഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് അസിഡിക് ഓക്സൈഡ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ആൾ ബേസിക് ആയിട്ടുള്ള ഒരു ഓക്സൈഡാണ്. അപ്പോൾ അയാൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുക ആസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ്സുമായിട്ട് അയാൾ റിയാക്ട് ചെയ്യും അറ്റ് ഹൈ ടെമ്പറേച്ചർ. നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്യും കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം സിലിക്കേറ്റ് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ കാൽഷ്യം ഓക്സൈഡ് പിന്നെതാ ഫോസ്ഫറസ് പെൻഡോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതും ഒരു ആസിഡിക് ആയിട്ടുള്ള ഓക്സൈഡാണ്, ഇതും ഒരു ആസിഡിക് ആയിട്ടുള്ള ഓക്സൈഡാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കാൽഷ്യം ഫോസ്ഫേറ്റ് കിട്ടും. ഇതൊക്കെ ഇയാൾ ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ് ആണെന്ന് കാണിക്കുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം അതൊക്കെ. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ യൂസ് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ആൻഡ് ഇസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് ആൽക്കലി.
ഒന്ന് നമ്മുടെ സിമെൻ്റ് എന്ന് പറയുന്ന ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി മെറ്റീരിയലാണ് കാൽഷ്യം ഓക്സൈഡ്. പിന്നെ മാത്രമല്ല അത് ചീപ്പസ്റ്റ് ഫോം ഓഫ് ആൽക്കലി, ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ആൽക്കലിയാണ് ആര്, നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്കലൈം എന്ന് പറയുന്ന ആൾ. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ യൂസ് എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ഫ്രം കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം ആ സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ആളെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാൽഷ്യം ഓക്സൈഡിനെ യൂസ് ചെയ്യും. Then it is employed in the purification of sugar and in the manufacture of dyestuffs. ഡൈസ്റ്റഫ്സിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിന് വേണ്ടിയിട്ടും അതേപോലെ ഷുഗറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആളാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaOH ട്വൈസ് എന്ന് പറയുന്ന ആൾ കേട്ടോ. അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്, സ്ലേക്ക്ഡ് ലൈം. കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ ക്യുക്കലൈം എന്ന് വിളിച്ചു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് നോൺ ആസ് സ്ലേക്ക്ഡ് ലൈം. നോക്കൂ നിങ്ങൾ, ഇതാ ഇവിടെ നമ്മൾ കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു കാൽഷ്യം ഓക്സൈഡിന് നമ്മൾ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെ റിയാക്ഷൻ നടന്നിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലേക്ക്ഡ് ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൾ ഇതേപോലെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ആഡിങ് വാട്ടർ ടു ക്യുക്കലൈം. ക്യുക്കലൈമിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുക. അതൊരു വൈറ്റ് കളറുള്ള അമോഫസ് ആയിട്ടുള്ള പൗഡറാണ്. നമുക്കറിയാം എന്താണ് അമോഫസ് സോളിഡ്, എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടൂവിൽ അല്ലേ. ഇറ്റ് ഈസ് വൈറ്റ് അമോഫസ് പൗഡർ. ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സോലബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ വല്ലാതെ അങ്ങ് ലയിക്കൊന്നുമില്ല, പക്ഷേ എങ്ങനെയാണ്, സ്പാരിംഗ്ലി സോലബിൾ ആണ്, ഒരു ഇടത്തരമായിട്ടുള്ള ലയനം മാത്രമേ അതിൽ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ദ അക്വസ് സൊല്യൂഷൻ ഇസ് നോൺ ആസ് ലൈം വാട്ടർ ആൻഡ് ദ സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം ഇൻ വാട്ടർ ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. ഇനി അതിനൊരു സസ്പെൻഷൻ ആക്കി എടുത്തു കഴിഞ്ഞാലോ, വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. മിൽക്ക് ഓഫ് ലൈമിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ. നിങ്ങൾ ലൈം വാട്ടർ എടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആ സൊല്യൂഷൻ മിൽക്കി കളറായിട്ട് മാറും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദ കാൽഷ്യം കാർബണേറ്റ്. അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, കാൽഷ്യം കാർബണേറ്റ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു മിൽക്കി അപ്പിയറൻസ് വരും. ഓക്കെ, നമുക്ക് റിയാക്ഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ വാട്ടർ ഉണ്ടാവുന്നുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മിൽക്ക് ഓഫ് ലൈം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചിരുന്ന പറഞ്ഞ സാധനം, ഇതാണ് മിൽക്ക് ഓഫ് ലൈം, സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം ഇൻ വാട്ടർ എന്ന് പറയുന്ന ആളാണ് ഇത്. ഇനി നെക്സ്റ്റ്, ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് the precipitate dissolves to form the calcium hydrogen carbonate. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് CO2 പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അത് മിൽക്കി അപ്പിയറൻസ് ആയിട്ട് വന്നു. ദെൻ അതിന് കാരണം അവിടെ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തു എന്നല്ലായിരുന്നോ. ഇനി നിങ്ങൾ ആ പാസ് ചെയ്യുന്നത് കുറച്ച് അധികം അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാലോ, എക്സസ് CO2 പാസ് ചെയ്ത് കഴിഞ്ഞാലോ, ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ നിന്ന് പോവും, അത് അവിടെ നിന്ന് ഡിസോൾവ് ആയി പോവും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, അവിടെ കാൽഷ്യം ഹൈഡ്രോജൻ കാർബണേറ്റ് ഫോം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ കാൽഷ്യം ബൈകാർബണേറ്റ് അവിടെ ഫോം ചെയ്യും. ഈ കാൽഷ്യം ബൈകാർബണേറ്റ് ഹൈലി ഡിസോൾവബിൾ ആയതുകൊണ്ട് അവിടെ പിന്നെ എന്തുണ്ടാവില്ല, ആ മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവില്ല, ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഡിസോൾവ് ആയി പോയിട്ടുണ്ടാവും കേട്ടോ. കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ വീണ്ടും CO2 പാസ് ചെയ്യുന്നു, ദെൻ വാട്ടർ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ഫോം ചെയ്യും, അവിടെ കാൽഷ്യം ഹൈഡ്രോജൻ കാർബണേറ്റിലേക്ക് നമുക്ക് എന്ത് വിളിക്കാം, കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻ കോൾഡ് മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈപ്പോക്ലോറൈറ്റ്. മിൽക്ക് ഓഫ് ലൈം നമ്മൾ നേരത്തെ കണ്ടു, സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം ഇൻ വാട്ടർ. അയാൾ എന്ത് ചെയ്യും, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോറിൻ ഗ്യാസ് അതിലേക്ക് പാസ് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യും, അയാൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഹൈപ്പോക്ലോറൈറ്റ് ഫോം ചെയ്യും. ഈ ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ഹൈപ്പോക്ലോറൈറ്റ്. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങളിതാ സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം എടുത്തു. നിങ്ങൾ സസ്പെൻഷൻ ഓഫ് സ്ലേക്ക്ഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൈം ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഫോർമുല സെയിം തന്നെയായിരിക്കും കേട്ടോ. ദെൻ +2Cl2, ഞാൻ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഫോം ചെയ്യുക, കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. എന്താ ഇതിൻ്റെ പേര്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് പ്ലസ് വാട്ടർ. അപ്പം ഇയാളാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന ആൾ കേട്ടോ.
ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോമുല എങ്ങനെയാണ് ഉണ്ടാവുക? കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്, CaOCl ട്വൈസ്. ഇതിൻ്റെ യൂസുകൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്ലൈക്കൽ ഡയമണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ, എ ബിൽഡിംഗ് മെറ്റീരിയൽ. നമ്മുടെ മോർട്ടാർ എന്ന് പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ നമുക്കറിയാം, മോർട്ടാർ എന്ന് നമ്മൾ കുമ്മ എന്നൊക്കെ വിളിക്കൂലേ, അതാണ് ആൾ കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷ് ഡ്യൂ ടു ഇറ്റ്സ് ഡിസിൻഫെക്റ്റന്റ് നേച്ചർ. ഡിസിൻഫെക്റ്റന്റ് നേച്ചർ ഉള്ളത് കൊണ്ട് ഇതിന് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് വൈറ്റ് വാഷിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിരുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ് മേക്കിംഗ്, ഇൻ ടാനിങ് ഇൻഡസ്ട്രി, ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ആൻഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ. നമ്മുടെ ഗ്ലാസ് മേക്കിങ്ങിൽ, അതേപോലെ ടാനിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോലില്ലേ, തോല് കൊണ്ട് ഉണ്ടാക്കണം. നമ്മൾ ബാഗ് ഉണ്ടാക്കുന്നുണ്ട്, ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ചില ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിയാക്ഷൻ അടക്കം കണ്ടു അല്ലേ. ആൻഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിൻ്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടാനിങ് ഇൻഡസ്ട്രിൻ്റെ പിക്ചർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആള് കാൽഷ്യം കാർബണേറ്റ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് കാൽഷ്യമാണ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ, CaCO3, നമ്മളെ ചുണ്ണാമ്പകൾ എന്ന് വിളിക്കുന്ന ആൾ. ദെൻ കാൽഷ്യം കാർബണേറ്റ് ഒക്കേഴ്സ് ഇൻ ദ നേച്ചർ ഇൻ സെവറൽ ഫോംസ്. ഒരുപാട് ഫോമുകളുണ്ട്. അതിൽപ്പെട്ട ഫോമുകളാണ് ഒന്ന് നമ്മുടെ ലൈംസ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്. രണ്ടാമത്തത് ചോക്കാണ്. മൂന്നാമത്തത് മാർബിൾ ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ പാസിംഗ് CO2 ത്രൂ സ്ലേക്ക്ഡ് ലൈം ഓർ ബൈ ദ അഡീഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു ദ കാൽഷ്യം ക്ലോറൈഡ്. നമുക്ക് രണ്ട് വഴിക്ക് ഇതിനുണ്ടാക്കാൻ പറ്റും. ഒന്നെങ്ങനെയാണ്? നമ്മൾ CO2 ഗ്യാസിനെ പാസ് ചെയ്യുക. ഏതിലൂടെ? സ്ലേക്കിൽ ലൈമിലൂടെ അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ നമ്മൾ CO2 ഗ്യാസിനെ പാസ് ചെയ്യുക. അതല്ലെങ്കിൽ ബൈ ദ അഡീഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു ദ കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡിലേക്ക് നിങ്ങൾ സോഡിയം കാർബണേറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദ ഫസ്റ്റ് റിയാക്ഷൻ ഇതാ, നമ്മൾ CO2 ഗ്യാസ് സ്ലേക്കിൽ ലൈമിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതാ കിട്ടിയിരിക്കുന്നു കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. ദ നെക്സ്റ്റ്, ഞാൻ കാൽഷ്യം ക്ലോറൈഡ് എടുത്തു, അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാൽഷ്യം കാർബണേറ്റും കിട്ടി, NaClയും കിട്ടി. നമ്മുടെ പ്രധാനപ്പെട്ട ആൾ ഇയാളാണ്, കാക്കോത്രി എന്ന് വിളിക്കുന്ന ആളല്ലേ. Okay, excess of carbon dioxide should be avoided since this leads to the formation of water soluble calcium hydrogen carbonate. അപ്പോൾ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ CO2 പാസ് ചെയ്യുന്ന അളവ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഈ കാൽഷ്യം കാർബണേറ്റ് അല്ല ഫോം ചെയ്യുക. ഈ ചങ്ങാതി പിന്നെ എന്തായിട്ട് മാറും? അത് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ഹൈലി സോല്യൂബിൾ ആയിട്ടുള്ള ആളായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആരെ കിട്ടില്ല? അവിടെ കാൽഷ്യം കാർബണേറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CO2ൻ്റെ അളവ് നമ്മൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ കാൽഷ്യം കാർബണേറ്റ് ഈസ് എ വൈറ്റ് ഫ്ലഫി പൗഡർ. നല്ല സോഫ്റ്റ് കളർ വൈറ്റ് കളറുള്ള പൗഡറാണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ നമുക്ക് എന്ത് തന്നെ പറയാം, ഏറെക്കുറെ അത് ലയിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വെൻ ഹീറ്റഡ് 1200 കെൽവിൻ, നമ്മൾ 1200 കെൽവിൻ ചൂടാക്കി കഴിഞ്ഞാൽ ആ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടിരുന്ന റിയാക്ഷനാണ്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? നല്ല ഹൈ ടെമ്പറേച്ചറിൽ റോട്ടറി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ഇതവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് റിയാക്ഷനായിട്ട് പറയുകയാണ്. ഇയാളെ നമ്മളെ ചൂടാക്കി അങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് 2 പേരെ കിട്ടുന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അതിൻ്റെ പിക്ചറാണ് കേട്ടോ, കാൽഷ്യം കാർബണേറ്റ്. നെക്സ്റ്റ്, ഇറ്റ് റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്സ് ടു ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡുകൾ, ഇപ്പോൾ ഡൈല്യൂട്ട് H2SO4 ഡൈല്യൂട്ട് HCl അങ്ങനെയുള്ള ആസിഡുകളുമായിട്ട് എന്ത് ചെയ്യും? അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ അതാ ഒരു HCl ഞാൻ എടുത്തിട്ടുണ്ട്, ഡൈല്യൂട്ട് ചെയ്ത ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. റിയാക്ട് ചെയ്യുന്നു CaCO3യുമായിട്ട്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ CO2 ഗ്യാസ് അവിടെ നിന്ന് ഇവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി വീണ്ടും ഇപ്പോൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് ഞാൻ എടുക്കാനാണ് ഡൈല്യൂട്ട് ആയിട്ടുള്ളത്. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എനിക്ക് കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ CO2 ഗ്യാസ് അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. റെഡിയാണല്ലോ? ഓക്കെ, ഇനി എന്തൊക്കെ അതിൻ്റെ യൂസ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് മാർബിൾ ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്യുക്ലൈം. ക്യുക്ലൈം എന്തായിരുന്നു? കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? CaCO3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർബിൾ പോലെയുള്ള ആളുകളുടെ രൂപത്തിൽ നമ്മളതിനെ ബിൽഡിംഗ് മെറ്റീരിയലായിട്ടും നമ്മൾ CaCO3 യൂസ് ചെയ്യുന്നുണ്ട്. അതിനടുത്തത് എന്താ? കാൽഷ്യം കാർബണേറ്റ് അലോങ് വിത്ത് മെഗ്നീഷ്യം കാർബണേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലെക്സ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽസ് സച്ച് ആസ് അയൺ. അയൺ പോലെയുള്ള മെറ്റൽസ്, ഇരുമ്പിൻ്റെ ഒക്കെ നമ്മളെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്ലെക്സ് ആയിക്കൊണ്ട്
നമ്മുടെ കാൽഷ്യം കാർബണേറ്റിനെയും അതോടുകൂടെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റിനെയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം എന്തിനാ? നമ്മളെ ഗ്യാങ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും നമ്മൾ എടുക്കുന്ന മിനറൽസിൽ അല്ലെങ്കിൽ ഓർസിലൊക്കെ, ഓറുകളില്ല അയിരുകളില്ലേ, അതിനകത്ത് ചിലപ്പോൾ ഗ്യാങ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ആ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഗ്യാങ് പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യും? ഫ്ലക്സിനെ ആഡ് ചെയ്യും. ദെൻ ആ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്നിട്ട് സ്ലാഗ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അവിടെ നമ്മൾ ഫ്ലക്സ് ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കാൽഷ്യം കാർബണേറ്റ് അലോങ് വിത്ത് മെഗ്നീഷ്യം കാർബണേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ സ്പെഷ്യലി പ്രസിപ്പിറ്റേറ്റഡ് കാൽഷ്യം കാർബണേറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഹൈ ക്വാളിറ്റി പേപ്പർ. ഹൈ ക്വാളിറ്റി പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി പ്രത്യേക രൂപത്തിൽ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആക്കിയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് എക്സ്റ്റെൻസീവ് ആയിട്ട് നല്ല ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന് വേണ്ടിയിട്ടാണത്? ഹൈ ക്വാളിറ്റി പേപ്പറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ആൻറ്റാസിഡ്, മൈൽഡ് അബ്രേസീവ് ഇൻ ടൂത്ത് പേസ്റ്റ്, as a constituent of chewing gum and a filler in cosmetics. നമ്മൾ ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടൂത്ത് പേസ്റ്റിൽ നമ്മൾ മൈൽഡ് അബ്രേസീവ് ആണ്. അതേപോലെ തന്നെ ചൂയിങ് ഗമ്മത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ആൾ കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ? അപ്പോൾ ആ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ആള്, കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്, അതാണ് അതിൻ്റെ കറക്റ്റ് നെയിം അല്ലേ? കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. CaSO4.12H2O. അതുകൊണ്ട് നമ്മളെന്ന് വിളിക്കുന്നത് ഹെമി എന്ന് വിളിക്കുന്നത്, പകുതി ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ ഹെമിഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റിൻ്റെ ഒരു ഹെമിഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ജിപ്സം കാൽഷ്യം സൾഫേറ്റ്.2H2O ഈസ് ഹീറ്റഡ് ടു 393 Kelvin. നമ്മൾ കാൽഷ്യം സൾഫേറ്റ്.2H2O എന്ന് പറയുന്ന ഈ ഫോമുല ആരുതാണ്? ജിപ്സം എന്ന് പറയുന്ന ആളുടെ ഫോമുലയാണ്. ദെൻ അത് ഞാൻ എടുത്തിട്ട് 393 Kelvin ചൂടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് വേണ്ട പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. നിങ്ങൾ നോക്കൂ, ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്? ജിപ്സം എടുത്തിട്ടുണ്ട്. ദെൻ ഇറ്റ് ഗിവ്സ് ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെൻ ഹീറ്റഡ് ടു 393 Kelvin. ഇത് നമ്മുടെ ജിപ്സം തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ്. നമ്മളിതിന് 2 മോൾസ് എടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ H2O എന്ന് കാണിക്കാത്തത്. കേട്ടല്ലോ? ഓക്കെ, ദെൻ അബവ് 393 Kelvin. 393 Kelvin മുകളിൽ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇവിടെ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടായിരുന്ന H2O ഇല്ലേ, അത് അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോകും. പിന്നെ അവിടെ എന്തുണ്ടാവില്ല? നോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അവിടെ ഉണ്ടായില്ല. ദെൻ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് CaSO4 എന്ന് മാത്രം എഴുതിയാൽ മതി. അതിന് നമ്മളെന്ന് വിളിക്കും? ദിസ് ഇസ് നോൺ ആസ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. അപ്പോൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്ററിൻ്റെ ഫോമുല എന്താണ്? CaSO4 അല്ലെങ്കിൽ അൺഹൈഡ്രസ് CaSO4 നമുക്ക് വിളിക്കാം. നമുക്കവിടെ കാണിക്കാൻ പറ്റും. ദാ വാട്ട് ഈസ് ദ ഫോമുല ഓഫ് ദ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ? ചിലപ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റും എക്സാമിന്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് ആണെന്ന് പറയണം. കേട്ടല്ലോ? ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് എ റിമാർക്കബിൾ പ്രോപ്പർട്ടി ഓഫ് സെറ്റിംഗ് വിത്ത് വാട്ടർ. നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനൊരു സെറ്റിംഗ് സംഭവിക്കും. എന്ന് വെച്ചാൽ നല്ല ഹാർഡ് സോളിഡ് മാസ് ആയിട്ട് മാറും വിത്തിൻ 5 to 15 minutes. ഇവിടെ എഴുതിയിട്ടുണ്ടതാ, ഓൺ മിക്സിംഗ് വിത്ത് ആൻ ആഡക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. പക്ഷേ ആവശ്യമുള്ള അത്ര വെള്ളവുമായിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ പ്ലാസ്റ്റിക് മാസ്. ഒരു പ്ലാസ്റ്റിക് മാസ് എന്നാൽ അവിടെ ഫോം ചെയ്യും. ദാറ്റ് ഗെറ്റ്സ് ഇൻ ടു എ ഹാർഡ് സോളിഡ് ഇൻ 5 to 15 minutes. 5 മുതൽ 15 മിനിറ്റ് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ എന്ത് ചെയ്യും? മൂപ്പരാൾ നല്ല ഹാർഡായിട്ടുള്ള, നല്ല ഉറച്ചുള്ള സോളിഡായിട്ട് മാറും. അങ്ങനെ ഒരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിനുണ്ട്. ദെൻ നമ്മളിത് അവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു പാത്രം എടുത്തു, അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മളതിനെന്ത് ചെയ്യുക? നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 5 മുതൽ 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും? മൂപ്പരാൾ നല്ല ഹാർഡ് സോളിഡ് മാസായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഒരു യൂസ് ഇവിടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് നല്ല ഭംഗിയിൽ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഉപയോഗം. ദ ലാർജസ്റ്റ് യൂസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഇൻ ദ ബിൽഡിംഗ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് പ്ലാസ്റ്റേഴ്സ്. പ്ലാസ്റ്റേഴ്സിൻ്റെ രൂപത്തിലും ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിങ് ദ എഫക്റ്റഡ് പാർട്ട് ഓഫ് ദ ഓർഗൻ വേർ ദർ ഈസ് എ ബോൺ ഫ്രാക്ചർ ഓർ സ്പ്രെയിൻ. നമ്മൾ എവിടെയെങ്കിലും എല്ല് പൊട്ടുകയോ ഇപ്പം നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രാക്ചർ, ബോൺ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗം ഇളക്കാൻ പാടില്ല, ഇളകാൻ പാടില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ടിൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കെട്ടുകയാണ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇതവിടെ പിക്ചർ കണ്ടിട്ടുണ്ട്.
എല്ലാവർക്കും പരിചയം ഉണ്ടാവും. Then it is also employed in the dentistry, in ornamental work and for making the casts of statues and busts. എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഡെൻറ്റിസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓർണമെന്റൽ വർക്കിന് യൂസ് ചെയ്യുന്നുണ്ട്, പ്രതിമകൾ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് കോമ്പൗണ്ട് ആണ് നമ്മുടെ സിമെന്റ് എന്ന് പറയുന്നത്. സിമെന്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എക്സാമിന് ചോദ്യം വരുന്ന ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ സിമെന്റ്. ഇവിടെ ദ സിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1824 ബൈ ജോസഫ് ആസ്പ്ലിൻ. ജോസഫ് ആസ്പ്ലിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹമാണ് 1824 ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഈ സിമെന്റിനെ മറ്റേത് പേര് വിളിക്കുന്നുണ്ട്, എന്താ പേര്? പോർട്ട്ലാൻഡ് സിമെന്റ് എന്നൂടെ വിളിക്കും. കാരണം ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഐൽ ഓഫ് പോർട്ട്ലാൻഡിൽ കോറി ചെയ്യുന്ന ലൈം സ്റ്റോൺ, നാച്ചുറലായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ലൈം സ്റ്റോണുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സിമെന്റിനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട്. എന്താണ് ആ പേര്? പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സിമെന്റ് ഇസ് എ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് എ മെറ്റീരിയൽ റിച്ച് ഇൻ ലൈം, എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതേപോലെ വിത്ത് അതർ മെറ്റീരിയൽ സച്ച് ആസ് ക്ലേ. ക്ലേ എന്ന് പറയുന്നത് നമ്മുടെ കളിമണ്ണില്ലേ, അപ്പോൾ അതും അതേപോലെ നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലേ എന്ന് പറയുന്ന ആളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? വിച്ച് കണ്ടെയ്ൻസ് സിലിക്ക, SiO2 ഉണ്ടായിരിക്കും. ദെൻ അലോങ് വിത്ത് അതർ ഓക്സൈഡ്സ് ഓഫ് ദ അലുമിനിയം, അയേൺ, മെഗ്നീഷ്യം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അടങ്ങിയിട്ടുള്ള ക്ലേയും അതേപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദ ആവറേജ് കമ്പോസിഷൻ ഓഫ് ദ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇസ്, ഇതിനകത്ത് നമുക്ക് ഓരോ ആളുകളുടെയും കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ആൾ എത്ര ഉണ്ടായിരിക്കും? 50 to 60%. നല്ല ഹൈ ലെവൽ ആരെയാണ് ഉണ്ടാവുക? കാൽഷ്യം ഓക്സൈഡ് തന്നെയാണ് ഉണ്ടാവുക. അതിനുശേഷം സിലിക്ക ഉണ്ടായിരിക്കും. സിലിക്ക SiO2 20 to 25% ആണ്. ദെൻ അലുമിനിയം എന്ന് പറയുന്ന ആൾ എത്രയാ? Al2O3 5 to 10% ആണ്. മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ആണത് അല്ലേ? തൊട്ട് മുകളിൽ പറഞ്ഞത് അലുമിനിയത്തിൻ്റെ ഓക്സൈഡ്, ദെൻ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ആണ് മെഗ്നീഷ്യ. അത് 2 to 3%, വളരെ കുറഞ്ഞ അളവിലാണ്. അതിനേക്കാളും കുറവായിരിക്കും ഇത് ഫെറിക് ഓക്സൈഡ് Fe2O3 1 to 2% ആണ്. നെക്സ്റ്റ് സൾഫർ ട്രയോക്സൈഡ് SO3 എന്ന് പറയുന്ന ആൾ, അയാളും വളരെ കുറഞ്ഞ അളവിൽ തന്നെ മതി, 1 to 2% മാത്രം മതി. ദ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സിമെൻറ്റ് ആർ ലൈം, സിലിക്ക ആൻഡ് അലുമിന. നമ്മുടെ സിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ആരൊക്കെയാണ്? അത് 3 എണ്ണമാണ്. ഒന്ന് ലൈം, കാൽഷ്യം ഓക്സൈഡ് വേണം. 2 സിലിക്ക, SiO2 വേണം. മൂന്നാമത്തെ ആളാണ് അലുമിന, Al2O3 എന്ന് പറയുന്ന ആൾ കേട്ടോ. ഓക്കെ, ഫോർ ദ ഗുഡ് ക്വാളിറ്റി ഓഫ് ദ സിമെൻറ്റ്, നമ്മുടെ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള സിമെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ റേഷ്യോ ഒരു പ്രത്യേക അളവിലെത്തിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സിലിക്കയും അതേപോലെ അലുമിനിയം ഉണ്ട്. ഈ സിലിക്കൻ്റെയും അലുമിനിയൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആ റേഷ്യോൻ്റെ വാല്യൂ 2.5ൻ്റെയും 4ൻ്റെയും ഇടയിൽ വരണം. അപ്പോഴേ നമ്മുടെ സിമെൻറ്റ് നല്ല ഗുഡ് ക്വാളിറ്റി സിമെൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈമിൻ്റെ പെർസെൻറ്റേജും divided by total percentages of silica, alumina and ferric oxide. അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1.9ൻ്റെയും 2.1ൻ്റെയും ഇടയിൽ വരണം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2 ആയിട്ട് വരണം. അങ്ങനെ അത് അപ്രോക്സിമേറ്റ്ലി 2നോട് അടുക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ സിമെൻറ്റ് നല്ല ഗുഡ് ക്വാളിറ്റി സിമെൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. നമുക്കത് സെൻറ്റൻസ് വൈസ് ഒന്ന് കാണാം. ഫോർ എ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ദ റേഷ്യോ ഓഫ് സിലിക്ക ടു അലുമിന ഷുഡ് ബി ബിറ്റ്വീൻ 2.5 and 4 and the ratio of lime to the total of the oxides of silicon, aluminum and iron should be as close as possible to 2. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഈ പറയുന്ന റേഷ്യോയിൽ നിന്ന് ഒരുപാട് കുറവും ഒരുപാട് കൂടുതലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആ സിമെൻറ്റ് തീരെ ക്വാളിറ്റി ഇല്ലാത്ത സിമെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ സിമെൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മെറ്റീരിയൽസ്, നമ്മൾ ഉണ്ടാക്കി വെച്ച മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും? അതൊക്കെ പൊട്ടിപ്പോവുക, സിമെൻറ്റ് നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ വരും. Okay, the raw materials for the manufacture of the cement are limestone and clay. എന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആൻഡ് ക്ലേ, ഈ രണ്ടാളുകളാണ് സിമെന്റ് മാനുഫാക്ചറിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. When the clay and the lime are strongly heated together, they fuse and react to form the cement clinker. നമ്മുടെ ക്ലേയും അതേപോലെ തന്നെ ലൈമും ആ രണ്ടുപേരെ എന്ത് ചെയ്യുക? നല്ലപോലെ ചൂടാക്കുക, നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അവർ രണ്ടുപേരോട് മിക്സ് ചെയ്യും, അല്ലെങ്കിൽ അവരോട് ഫ്യൂസ് ചെയ്യും. ദെൻ അവരെന്തായിട്ട് മാറും? അവർ റിയാക്ട് ചെയ്തിട്ട് സിമെൻറ്റ് ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ആ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 2 to 3% ജിപ്സം ആഡ് ചെയ്യും. 2 to 3% ബൈ വെയ്റ്റ് ഓഫ് ജിപ്സം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും.
അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? കാൽഷ്യം സൾഫേറ്റ് .2H2O. അങ്ങനെ നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് അവിടെ കംപ്ലീറ്റ് ആവും. Thus, the important ingredients present in the Portland cement are dicalcium silicate, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ഇത്രയും ആളുകളാണ് നമ്മുടെ പോർട്ട്ലാൻഡ് സിമെൻറ്റിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈമിലുള്ള കാൽഷ്യം ഓക്സൈഡും സിലിക്കയിലുള്ള SiO2ഉം അതേപോലെ അലുമിനയിലുള്ള Al2O3യും ഇവരെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോഴാണ് സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്. അതിൻ്റെ ഒക്കെ നമുക്ക് അളവുണ്ട്. 26%, 51%, 11%. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സെറ്റിംഗ് ഓഫ് സിമെൻ്റ് ആണ്. വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ടേക്സ് പ്ലേസ് ടു ഗിവ് എ ഹാർഡ് മാസ്. നമ്മൾ വാട്ടറുമായിട്ട് സിമെൻറ്റിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നല്ല ഒരു ഹാർഡ് മാസായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാറും. ദിസ് ഇസ് ഡ്യൂ ടു ദ ഹൈഡ്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെൻറ്റ്സ്. അവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ഹൈഡ്രേഷനും അതേപോലെ അവരുടെ റീഅറേഞ്ച്മെൻറ്റും നടക്കുന്നത് കാരണത്താലാണ് ഇത്തരത്തിലൊരു സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് നല്ലൊരു സോളിഡ് ഹാർഡ് മാസ്സായിട്ട് മാറാനുള്ള കാരണം. ദ പേർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് എന്തിനാണ് നമ്മൾ സിമെൻറ്റിനകത്ത് ജിപ്സം 2-3% ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പേർപ്പസ്? ഇറ്റ് ഈസ് ഓൺലി to slow down the process of setting of the cement so that it gets sufficiently hardened. നമ്മളെ സിമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഓരോ പണിയെടുക്കുന്ന സമയത്ത് സിമെൻറ്റിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ ഉറച്ച കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ സെറ്റിംഗ് പ്രോസസ്സ്, സിമെൻറ്റിൻ്റെ സെറ്റിംഗ് പ്രോസസ്സിൻ്റെ സമയം നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യണം ആ ഡ്യൂറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ജിപ്സം ആഡ് ചെയ്യണത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നെയായിട്ട് കാണാം. നോക്കൂ നിങ്ങൾ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ടു ദ സിമെൻറ്റ്? നമുക്ക് എന്താ ആൻസർ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഫോർ ദ സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിങ്ങിൻ്റെ സമയം നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമെൻറ്റ് ഹാസ് ബിക്കം എ കമ്മോഡിറ്റി ഓഫ് നാഷണൽ നെസസിറ്റി ഫോർ ദ എനി കൺട്രി ടു നെക്സ്റ്റ് ടു അയൺ ആൻഡ് സ്റ്റീൽ. ഇരുമ്പ് അതേപോലെ തന്നെ സ്റ്റീൽ, ഈ രണ്ട് ഘടകങ്ങൾക്ക് ശേഷം ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സിമെൻറ്റ് എന്ന് പറയുന്ന ആൾ കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഇൻ പ്ലാസ്റ്ററിങ് ആൻഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജസ്, ഡാംസ്, ബിൽഡിങ്സ്. നമുക്കറിയാം എന്തിനും നമുക്ക് എന്ത് വേണം? സിമെൻറ്റ് വേണം. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് അവിടെ ബ്രിഡ്ജുകൾ, ഡാമുകൾ, ബിൽഡിങ്സ് ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് പാർട്ടോടിൽ പറയാനുള്ളത്. അപ്പോൾ അതോടുകൂടെ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.